നമസ്കാരം. നമുക്ക് ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ നിറഞ്ഞ അനുഭവങ്ങൾ മാറി മാറി വരാറുണ്ട്, അല്ലേ? വിജയപരാജയങ്ങൾ വന്നുകൊണ്ടിരിക്കാറുണ്ട്. പോസിറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ നെഗറ്റീവായ അനുഭവങ്ങൾ നമ്മളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. വി വിൻ ഹാഫ് ദ ബാറ്റിൽ when we make up our minds to take the world as we find it, including the thorns എന്ന് ഒറൈസൺ എസ് മാർഡൻ പറഞ്ഞിട്ടുണ്ട്. ലോകം എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അത് അങ്ങനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ യുദ്ധം പകുതി ജയിച്ചു കഴിഞ്ഞു, അവ മുള്ളുകളായാൽ പോലും എന്നാണ് അർത്ഥം. ആക്സെപ്റ്റൻസ് ഈസ് ഫേസിങ് ആൻഡ് കമ്മിങ് ടു ടേംസ് വിത്ത് ലൈഫ്. നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ അനുഭവവും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. കുറച്ച് വലിയ കാര്യങ്ങൾ ആദ്യം സംസാരിക്കാം. ജീവിത പങ്കാളിയെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തവരുണ്ട്. അച്ഛനെ, അമ്മയെ, കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തവരുണ്ട്. ആരോഗ്യ സംബന്ധമായ വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നു, പക്ഷേ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. സാമ്പത്തിക ഞെരുക്കങ്ങളും കടബാധ്യതകളും നമ്മൾ പലരും അനുഭവിക്കുന്നുണ്ട്, അതും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി മറ്റു ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു വഴിക്ക് പോകുന്നു, കാർ ബ്രേക്ക് ഡൗൺ ആവുന്നു, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടികൾ വൈകി വീട്ടിലേക്ക് വരുന്നു, അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു, ഞാനതിൽ ഫെയിലാകുന്നു, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പരീക്ഷ എനിക്ക് വേണ്ടതുപോലെ എഴുതാൻ സാധിച്ചില്ല, അതും ബുദ്ധിമുട്ടാണ് അക്സെപ്റ്റ് ചെയ്യാൻ. ഞാൻ ഉദ്ദേശിച്ച സാലറി, എക്സ്പെക്റ്റഡ് സാലറി ഹൈക്ക് എനിക്കുണ്ടാകുന്നില്ല. ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ പോകേണ്ടി വരുന്നു, അൺഎക്സ്പെക്റ്റഡ് ട്രാൻസ്ഫർ. ഇതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയെ നമ്മൾ പറയുന്നത് റെസിസ്റ്റൻസ് എന്നാണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ചെറുത്തു നിൽക്കുക. ഞാൻ ഉള്ളിൽ പൊരുതുകയാണ്, കാരണം എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു, ഇങ്ങനെ പാടില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ ഒരു കോൺട്രാക്ഷൻ നടക്കുന്നു, ഞാൻ ചുരുങ്ങിപ്പോവുകയാണ്, ഞാൻ എന്താണോ അതിലും ചെറുതായി പോവുകയാണ്. ഇന്നർ റെസിസ്റ്റൻസ് ലീഡ്സ് ടു ഔട്ടർ റെസിസ്റ്റൻസ് എന്ന് പറയാറുണ്ട്. ഞാൻ ഉള്ളിൽ ചുരുങ്ങിപ്പോകുന്ന സമയത്ത് പുറത്തുള്ള അവസ്ഥകളും അങ്ങനെ തന്നെയായി മാറുകയാണ്. സഫറിങ് ഇസ് ദ റെസിസ്റ്റൻസ് ടു വാട്ട് ഈസ് എന്ന് പറയാറുണ്ട്. നമുക്കുണ്ടാകുന്ന മനോവേദനകൾ, ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത സമയത്തുണ്ടാകുന്ന വേദനയായിട്ട് പറയപ്പെടുന്നു. ശരീരത്തിലുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ പോലെയാണ് മനസ്സിലുണ്ടാകുന്ന നോൺ അക്സെപ്റ്റൻസ് അഥവാ റെസിസ്റ്റൻസ് എന്ന് മുമ്പാരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്തോ അതിനെ ഒട്ടും പ്രതിഷേധിക്കാതെ സ്വീകരിക്കുന്ന അവസ്ഥയ്ക്കാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻ ലൈഫ് ദർ ഇസ് ഗുഡ് ആൻഡ് ദർ ഇസ് ബാഡ്. നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ഇൻ ലൈഫ് ദർ ഇസ് സക്സസ്, ദർ ഇസ് ഫെയിലിയർ. വിജയമുണ്ടാകുന്നു, പരാജയവും ഉണ്ടാകുന്നു. ഇൻ ലൈഫ് ദർ ഇസ് ബർത്ത് ആൻഡ് ദർ ഇസ് ഡെത്ത്. ജനനവും മരണവും നടന്നുകൊണ്ടിരിക്കുന്നു. ലൈഫ് എക്സ്പീരിയൻസസ് ആർ സംടൈംസ് പോളാർ ഓപ്പോസിറ്റ്സ് എന്ന് പറയാറുണ്ട്. അതായത് രണ്ടറ്റങ്ങളിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ചിലതിനെ നല്ലത് എന്നും ചിലതിനെ മോശം എന്നും വിളിക്കുന്നു. ഇത് രണ്ടും ലേബലുകൾ മാത്രം. നമ്മൾ പുസ്തകത്തിലേക്ക് ചട്ടേൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന ലേബലുകൾ ഉണ്ടല്ലോ, അതുപോലുള്ള ലേബലാണ് ഗുഡ് ആൻഡ് ബാഡ്. ഈ ലേബലുകൾ താൽക്കാലികം മാത്രമാണ്. കാരണം ഒന്നിനെ സ്വീകരിക്കാതെ മറ്റൊന്നിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല ജീവിതത്തിൽ. ഇത് ഒരു 5 ഉറുപ്പിയുടെ നാണയമാണ്. ഈ നാണയം എനിക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 2 ഭാഗവും ഞാൻ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ഒരു സൈഡ് മാത്രം എടുത്തുകൊണ്ട് എനിക്ക് ഈ നാണയം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ലൈഫ് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ഒരുപോലെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം. പ്രത്യക്ഷത്തിൽ നമ്മൾ നെഗറ്റീവായി കാണുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിലോ ഉണ്ടാകുന്നത്. നിങ്ങൾ അതിന് കൊടുക്കുന്ന ലേബൽ, ഇത് മോശമാണ് എന്ന് പറയുന്ന ലേബലായിരിക്കാം നിങ്ങളെ വിഷമത്തിലാഴ്ത്തുന്നത്. പണ്ടൊരിക്കൽ ശംഖു എന്ന പേരുള്ള ഒരു കർഷകൻ ഒരു നാട്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു എൻലൈറ്റൻഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു, വൃദ്ധനായ ഒരു മാസ്റ്റർ. എന്ത് വിഷമം വരുന്ന സമയത്തും അദ്ദേഹത്തെ പോയി കാണാനാണ് പതിവ്. ഈ ഗുരുവിനെ ആ നാട്ടിലുള്ള പല ആളുകളും ഒരു ഈശ്വര തുല്യനായ വ്യക്തിയായിട്ട് കാണാറുണ്ടായിരുന്നു. ശംഖുവിന് ഒരു കാളയുണ്ടായിരുന്നു. ആ കാളയെ വെച്ചാണ് പാടത്തൊക്കെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോകാറുള്ളത്. എല്ലാ ആഴ്ചയിലും ഗുരുവിനെ കാണാൻ വരുന്ന സമയത്ത് ശംഖു കാളയെ കൊണ്ടുവരും. എന്നിട്ട് ഈ മാസ്റ്ററുടെ ബ്ലെസ്സിങ്സ് ഒക്കെ വാങ്ങി പോകുന്ന ഒരു പതിവുണ്ട്. ഒരു ദിവസം രാവിലെ ശംഖു എഴുന്നേറ്റ സമയത്ത് കണ്ടൊരു കാഴ്ച വല്ലാതെ വിഷമിപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാള ചത്ത് കിടക്കുന്നതാണ് കണ്ടത്. വളരെ വിഷമത്തോടെ ശംഖു
അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കാണാൻ വരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഗുരു, എൻ്റെ ജീവിതം തീർന്നില്ലേ? എൻ്റെ കഷ്ടപ്പാട് ഇവിടെ മുതൽക്ക് തുടങ്ങാൻ പോവുകയല്ലേ? എനിക്ക് ഈ കാള മാത്രമായിരുന്നു എൻ്റെ ഉപജീവന മാർഗം. ആ കാള ചത്തുപോയത് ശരിക്കും എനിക്കുള്ള വലിയൊരു ടെസ്റ്റല്ലേ? ഈശ്വരൻ എന്നെ ശരിക്കും ടെസ്റ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു, മേ ബി സോ, മേ ബി നോട്ട്. ഒരു പക്ഷേ അങ്ങനെയാകാം, അങ്ങനെയാകാതിരിക്കാം. ശംഖുവിന് കാര്യമൊന്നും പിടികിട്ടിയില്ല. കുറച്ചു നേരം അവിടെ ഇരുന്നു. ചെറുതായിട്ടൊരു സമാധാനം വന്ന സമയത്ത് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അത്ഭുതകരമായിട്ടൊരു കാഴ്ചയാണ് ശംഖു കാണുന്നത്. വീട്ടുമുറ്റത്ത് ഒരു വെള്ള കുതിര നിൽക്കുന്നു. ഇത് എവിടെ നിന്ന് വന്നു? ഒരു ഐഡിയയും ഇല്ല. അദ്ദേഹം വളരെ ഹാപ്പിയായി. കാരണം തനിക്ക് പട്ടണത്തിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ കുതിരപ്പുറത്ത് പോകാൻ സാധിക്കും. വേണമെങ്കിൽ തനിക്ക് പാടത്ത് ഈ കാളയുടെ സ്ഥാനത്ത് ഈ കുതിരയെ നോക്കാമെന്നും വിചാരിച്ചു. ശംഖു വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കാണാൻ വരികയാണ്. എന്നിട്ട് ഗുരുവിനോട് പറയുകയാണ്, ഇത് വല്ലാത്തൊരു അത്ഭുതമായിപ്പോയി. സത്യത്തിൽ ഇതല്ലേ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്? എനിക്ക് കാളയേക്കാൾ മെച്ചം കുതിരയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, മേ ബി സോ, മേ ബി നോട്ട്. ഒരു പക്ഷേ അങ്ങനെയാകാം, അല്ലെങ്കിൽ അങ്ങനെ ആകാതിരിക്കാം. ഇത്രയേ പറഞ്ഞുള്ളൂ. ശംഖു ഇതും കേട്ട് വീട്ടിലേക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞില്ല. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയ സമയത്ത് കുതിരയെ കാണാനില്ല. കുതിര കെട്ടടിച്ചു പോയി. വല്ലാത്ത വിഷമത്തോടെ വീണ്ടും ശംഖു അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കാണാൻ വരികയാണ്. എന്നിട്ട് ഗുരുവിനോട് പറയാണ്, എനിക്ക് തീരാത്ത പ്രശ്നങ്ങളാണ്. ഒരു പ്രശ്നം മാറുമ്പോഴേക്കും മറ്റൊരു പ്രശ്നം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ശരിക്കും എനിക്കുള്ള ഒരു ടെസ്റ്റാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, മേ ബി സോ, മേ ബി നോട്ട്. ഒരു പക്ഷേ അങ്ങനെയാകാം, അല്ലെങ്കിൽ അങ്ങനെ ആകാതിരിക്കാം. ശംഖു വിചാരിച്ചു, എന്താ എൻ്റെ ഗുരു ഇങ്ങനെയൊക്കെ എപ്പോഴും പറയുന്നത്? എന്തായാലും വീട്ടിൽ പോയി. ഒരു 3 ദിവസം കഴിഞ്ഞില്ല. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ സമയത്ത് അദ്ദേഹം കാണുകയാണ്, ഈ വെള്ള കുതിര മറ്റ് 3 കുതിരകളുമായിട്ട് അവിടെ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശംഖുവിന് 4 കുതിരകളായി. ശംഖു വളരെ ഹാപ്പിയായി. അദ്ദേഹം വീണ്ടും ഓടിച്ചെന്നു ഗുരുവിനെ കണ്ട് കാര്യങ്ങൾ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, സത്യത്തിൽ ആ കുതിര ഓടിപ്പോയത് നന്നായി അല്ലേ? അത് കാരണമല്ലേ എനിക്ക് 4 കിട്ടിയത്. അപ്പോൾ ഗുരു പറഞ്ഞു, മേ ബി സോ, മേ ബി നോട്ട്. ഒരു പക്ഷേ അങ്ങനെയാകാം, അങ്ങനെ ആകാതിരിക്കാം. ശംഖുവിന് ചെറുപ്പക്കാരനായ ഒരു മകനുണ്ടായിരുന്നു. മകൻ പറഞ്ഞു അച്ഛനോട്, അച്ഛാ, എനിക്ക് കുതിര സവാരി പഠിക്കണമെന്നുണ്ട്. 4 കുതിര ഉണ്ടല്ലോ, ഇതിലേതെങ്കിലും ഒന്നിനെ തരുമെന്ന് ചോദിച്ചു. ശംഖു പറഞ്ഞു, ഈ വെള്ള കുതിരയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കുതിര, നീ അതിനെടുത്ത് പഠിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ശംഖുവിൻ്റെ മകൻ കുതിര സവാരി പഠിക്കാൻ തുടങ്ങി. ഇത് വളരെ സ്പീഡിൽ പോകുന്നൊരു കുതിരയല്ലേ. ഒരു ദിവസം ഇവൻ കുതിര സവാരി പഠിക്കുന്ന സമയത്ത് കുതിരപ്പുറത്ത് നിന്ന് ഇവൻ തെറിച്ച് വീഴുകയാണ്. അങ്ങനെ അവൻ്റെ കാലൊക്കെ ഒടിഞ്ഞ് ആകെ വിഷമത്തിലായി. ഈ വിഷമം സഹിക്കുക വയ്യാതെ ശംഖു ഗുരുവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാം നാശത്തിനാണ്. എനിക്ക് ആ കാള ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ ബെറ്റർ ആയിരുന്നു. ഇതിലൊന്നും പോവില്ലല്ലോ എൻ്റെ മകൻ. ഇതിപ്പോൾ കുതിര സവാരി പഠിക്കാനൊക്കെ ആയിട്ട് പോയി അങ്ങനെ കാലൊക്കെ ഒടിഞ്ഞ് ആകെ വിഷമത്തിലായിട്ടിരിക്കുകയാണ്. ഇത് വല്ലാത്ത ഒരു പ്രതിസന്ധി തന്നെ. ഇങ്ങനെയൊക്കെയാണോ മനുഷ്യ ജീവിതം എന്ന് ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, മേ ബി സോ, മേ ബി നോട്ട്. ഒരു പക്ഷേ അങ്ങനെയാകാം, അങ്ങനെ ആകാതിരിക്കാം. അങ്ങനെ ഇത് പഴയൊരു കാലമായിരുന്നു. അപ്പോൾ രാജാവ് ഭരിക്കുന്ന ഒരു കാലമായിരുന്നു. അടുത്ത അയൽ രാജ്യമായിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയം. രാജാവിന് മനസ്സിലായി അയൽ രാജ്യം കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, തോൽക്കാൻ പോകുന്ന യുദ്ധമാണ് എന്ന് മനസ്സിലായ സമയത്ത് രാജാവ് കൽപ്പിക്കുകയാണ്, എല്ലാ വീടുകളിൽ നിന്നും ചെറുപ്പക്കാരായ ആൺകുട്ടികൾ യുദ്ധത്തിന് മുന്നോട്ടിറങ്ങണം, നമുക്ക് യുദ്ധം പൊരുതി ജയിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ വിളംബരം നടക്കുന്നു. എല്ലാ വീടുകളിൽ നിന്നും ചെറുപ്പക്കാരായ ആൺകുട്ടികളെ യുദ്ധത്തിന് കൊണ്ടുപോവുകയാണ്. അങ്ങനെ യുദ്ധം നടന്നു. യുദ്ധത്തിൽ ഇവർ തോൽക്കുകയാണ് ഉണ്ടായത്. എല്ലാ നാട്ടുകാർക്കും അവരുടെ ചെറുപ്പക്കാരായ മക്കൾ നഷ്ടപ്പെട്ടു. ശംഖുവിനോ, ശംഖുവിൻ്റെ മകന് കാലൊടിഞ്ഞത് കാരണം യുദ്ധത്തിന് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവൻ ജീവനോടെയിരുന്നു. ഈ അനുഗ്രഹം തിരിച്ചറിഞ്ഞ ശംഖു അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ പോയി കാണുകയാണ്. എന്നിട്ട് പറഞ്ഞു, എല്ലാം എനിക്ക് മനസ്സിലാകുന്നു, എൻ്റെ മകൻ്റെ കാലൊടിഞ്ഞത് പോലും നല്ലതിനാണ് അല്ലേ ഗുരു എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു, മേ ബി സോ, മേ ബി നോട്ട്. ഒരു പക്ഷേ അങ്ങനെയാകാം, അങ്ങനെ ആകാതിരിക്കാം. എന്തായിരുന്നു ഗുരു പറയുന്ന ഈ ചെറിയ കാര്യത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത്? നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഭവവും നമ്മൾ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക എന്ന ഒരു ആശയമാണ്. മാർക്കസ് ഒറീലിയസ് പറഞ്ഞതുപോലെ, ആക്സെപ്റ്റ് വട്ട് എവർ കംസ് ടു യു woven in the pattern of your destiny, for what could more aptly fit your needs. വിധിയുടെ മാതൃകയിൽ നെയ്തെടുത്തതുപോലെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്,
അതിനെ സ്വീകരിക്കുക. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിഗ്നേഷനാണ് എന്ന്, വിധിക്ക് കീഴടങ്ങുക എന്നതാണ് എന്ന്, ഇട്ടേച്ച് പോകുന്ന ഒരവസ്ഥയാണ് എന്ന്. അതൊന്നുമല്ല. അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ആന്തരികമായ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. റെസിഗ്നേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബാഹ്യമായ ലോകത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. നമുക്കൊരു ചാലഞ്ച്, ഒരു വെല്ലുവിളി ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ആ ചാലഞ്ചിനെ ഫേസ് ചെയ്യണം. അവിടെ നമ്മൾ റിസൈൻ ചെയ്യരുത്. നമുക്ക് ആരോഗ്യപരമായിട്ടുള്ളൊരു ചാലഞ്ച് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് സാമ്പത്തികമായ ഒരു വെല്ലുവിളി ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ഇട്ടേച്ച് പോവുകയല്ല വേണ്ടത്, നമ്മളതിനെ നേരിടണം. പക്ഷേ ഉള്ളിൽ നടക്കേണ്ടത് എന്താണ്? അക്സെപ്റ്റൻസ് ആണ്. പ്രത്യക്ഷത്തിൽ കാണുന്ന ചാലഞ്ചിങ് ആയ കാര്യങ്ങൾ ഒരുപക്ഷെ നല്ലതിനു വേണ്ടിയായിരിക്കും. ഗ്രേ സ്കൈസ് ആർ ജസ്റ്റ് ക്ലൗഡ്സ് പാസിംഗ് ഓവർ എന്ന് ഡ്യൂക്ക് എല്ലിംഗ്ടൺ പറഞ്ഞിട്ടുണ്ട്. ഇരുണ്ട ആകാശം എന്ന് പറയുന്നത് മേഘങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണ്. ആക്സെപ്റ്റൻസ് ഇസ് ദ വേ ടു ഫ്രീഡം എന്ന് പറയാറുണ്ട്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വഴിയാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ആക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ശരിക്കും മുഴുകിയിരിക്കുകയാണ്. ആക്സെപ്റ്റൻസ് ഇസ് എൻഗേജ്മെൻറ്റ്, റെസിഗ്നേഷൻ ഇസ് ഡിസെൻഗേജ്മെൻറ്റ്. ഉദാഹരണത്തിന്, റോഡിൽ ട്രാഫിക് സിഗ്നൽ റെഡാകുന്ന സമയത്ത് നമ്മൾ വണ്ടി ഓഫ് ചെയ്യുന്നില്ല, നമ്മൾ ആ കൃത്യമായ ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യുകയാണ്. ഗ്രീൻ സിഗ്നൽ വരുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പോടെ കൂടെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ട്രാഫിക് സിഗ്നൽ റെഡാകുന്ന സമയത്ത് നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് ഇറങ്ങിപ്പോകുന്നത് റെസിഗ്നേഷനാണ്. മറ്റേത് അക്സെപ്റ്റൻസ് ആണ്. എവറിത്തിങ് ഇൻ അവർ ലൈഫ്സ് വിതൗട്ട് എക്സെപ്ഷൻ ഇസ് ഐദർ എ ബ്ലെസ്സിങ് ഓർ എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് ജോയൽ ഫോർട്ടിനോസ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യവും അനുഗ്രഹമാണ്, അല്ലെങ്കിൽ വേഷം മാറി വരുന്ന അനുഗ്രഹമാണ്. ഈ വീഡിയോയിലെ ശംഖുവിൻ്റെ കഥയിൽ നിങ്ങൾ കണ്ടതായിട്ടുള്ള ചിത്രങ്ങൾ എൻ്റെ സുഹൃത്ത് ആർട്ടിസ്റ്റ് സുധീർ കൃഷ്ണൻ വരച്ചു തന്നതാണ്. ചിത്രകലാ അധ്യാപകനായ സുധീർ കൃഷ്ണൻ ധാരാളം ക്ലാസ്സസ് ഓൺലൈനായിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം. എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.